പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി ബി.ജെ.പി. പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. കണ്ണാടി മേഖലയിലാണ് പണം വിതരണം ചെയ്തത്. സ്ഥലത്തുണ്ടായിരുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും കോൺഗ്രസിന്റെ ആക്ഷേപമുണ്ട്. ഈ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കാരണം കുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഉണ്ടെന്താ? നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിച്ചത്? അല്ല, നിങ്ങളപ്പോ അതിനോട് സംസാരിക്കും ചെയ്തോളി. ഈ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ആദ്യ ദൃശ്യത്തിൽ ഒരു വയോധിക പണം വാങ്ങുന്ന ദൃശ്യം ഉണ്ടായിരുന്നു. ഈ പണം നൽകുന്ന ആൾ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന് അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ബാനർ പതിച്ച വാഹനത്തിനടുത്തേക്ക് പോകുന്ന ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. അതിലൊരു വാഹനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യവും ശോഭാ സുരേന്ദ്രൻ ആ വീഡിയോ പകർത്തിയ ആളുകളുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളും, മൂന്നാമത്തെ ദൃശ്യം ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തുന്നവരുമായി തർക്കിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം തന്റെ വാഹനത്തെ പിന്തുടർന്ന് ചില ആളുകൾ വരുന്നുണ്ടായിരുന്നു, അവരുമായാണ് തർക്കിച്ചത് എന്നാണ്. അത് മാത്രമല്ല, ആ പണം നൽകിയ ആളെ അറിയില്ല എന്നും ആദ്യ ദൃശ്യത്തിലുണ്ടായിരുന്നയാളെ അറിയില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന വിശദീകരണം. അതേസമയത്ത് തന്നെ പണം വാങ്ങിയതായി കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ വീട്ടുകാർ പറയുന്നത് മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. അത് വയോധിക തന്നെ പറയുകയാണ്. മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്ന് കുടുംബവും വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദമാവുകയാണ് ഈ വിഷയം. പാലക്കാട് വോട്ടിന് വേണ്ടി ബി.ജെ.പി. പ്രവർത്തകർ പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് തെളിവായി ഈ 3 ദൃശ്യങ്ങളും അവർ പുറത്തുവിടുകയാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇവയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇത് തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരും ഇങ്ങനെ പണം നൽകിയിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. ആ പണം വാങ്ങിയതായി ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ പ്രതികരണമുണ്ട്. അതുകൂടി കാണാം. 4000 ഉണ്ട്. അതല്ല, ആ ശോഭ തരാ പറഞ്ഞു. അന്നാ തരാ പറഞ്ഞു. കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. കാല് കൊടുത്തു ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം ശരി ഉള്ളിപ്പൊക്കണം. വയ്യാണ്ട് കറക്കണം തന്നെ. ശരി 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 5 മാസം കറക്കണം. അപ്പൊ പൈസ കിട്ടിയില്ല? അവരോട് അമ്മ പൈസ ചോദിച്ചൂലേ? പൈസ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം മരുന്ന് വാങ്ങാനായി പണം ചോദിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും
വലിയ രീതിയിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ UDF ഉയർത്തിക്കൊണ്ടുവരികയാണ്. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, 2 മണിക്ക് ഞാൻ മറ്റൊരു ദൃശ്യം പുറത്തുവിടാം എന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതുവരെയുള്ള ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ വോട്ടിന് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ശോഭ അവരുമായി തർക്കിക്കുന്നതുമുണ്ടായിരുന്നു, തന്നെ പിന്തുടരുകയായിരുന്നു. ചില കോൺഗ്രസുകാർ തന്റെ വീഡിയോ പകർത്തുകയായിരുന്നു. വീഡിയോകൾ തമ്മിൽ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ശോഭ നൽകുന്ന വിശദീകരണം. ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പറയുന്നത് പോലെയാണെങ്കിൽ വലിയ തോതിൽ തന്നെ അത് BJPക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നത് തന്നെയാണ്. വോട്ടിന് വേണ്ടി പണം നൽകി എന്ന ഗുരുതരമായ ആരോപണമാണ് ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം ഇവിടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഒരു വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ വയസ്സായ സ്ത്രീയുടെ കൂടെ പോകുന്നു, അവർ തിരിച്ചു പോരുന്നു. തുടർന്ന് അവർ നൽകിയ പണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പണം നൽകിയെന്ന് സാധൂകരിക്കാവുന്ന തെളിവായിട്ട് ഇതിനെ കാണാൻ കഴിയും. തുടർന്ന് ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ ശോഭയുടെ പ്രചരണ വാഹനങ്ങൾക്കരികിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJP ഇതിനെ പ്രതിരോധിക്കാൻ വലിയ പാടുപെടുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് വോട്ടിനായി പണം നൽകിയെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ പണം കൊടുത്തതിന് ശേഷം ആ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ നടന്നു വരുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ, അനുമോദ് പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ ഒന്നിൽ ശോഭയുണ്ടായിരുന്നു എന്നാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ആ വാഹനത്തിൽ ശോഭ ഇരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് തങ്ങളോട് കയർത്തത് എന്നും അവർ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രതിരോധത്തിലാവുന്നത് ഇപ്പോൾ കാണുന്ന വാഹന വ്യൂഹത്തിൽ ഒന്നിൽ ശോഭയുണ്ടെങ്കിൽ അതൊരു വലിയൊരു രീതിയിലുള്ള പ്രതിരോധം, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ BJPക്ക് ഉണ്ടാക്കുമല്ലോ. പക്ഷെ ശോഭ പറയുന്നത് എന്തോ അവരുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടെന്നാണല്ലോ. തീർച്ചയായും അവിടെ ആ 2 ദൃശ്യങ്ങൾ തമ്മിലൊരു കണക്ടിവിറ്റിയുടെ കുറവുണ്ട്. അതായത് ഈ പണം കൊടുത്തു എന്ന് കരുതുന്ന അല്ലെങ്കിൽ വെള്ള ചുരിദാറിട്ട സ്ത്രീ നടന്നു പോയിട്ട് ശോഭയുടെ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാണ് കരുതുന്നത്. അവർ പോകുന്ന ദൃശ്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് ആ വാഹന വ്യൂഹത്തിൽ ശോഭ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടുള്ളത്. ഇത് തമ്മിൽ, അതായത് ഈ പണം കൊടുത്തത് ശോഭയുടെ കൂടെയുള്ള സ്ത്രീയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. ആ ചിത്രങ്ങൾ ആ വീഡിയോകൾ ഓടിച്ചു നോക്കുമ്പോൾ ആ പണം കൊടുത്ത ആ സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ ആ ഡോർ തുറക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ശോഭ ഇറങ്ങി വരുന്ന സമയത്ത് അതുകൂടി കാണാമല്ലോ ആ 2ാമത്തെ ദൃശ്യത്തിൽ. ഇത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യത്തിനുണ്ട്. ഒട്ടേറെ വിവാദങ്ങൾ അല്ലെങ്കിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിനുണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനം നിശബ്ദ പ്രചരണ ദിവസം വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം കോൺഗ്രസ് തെളിവ് സഹിതം അല്ലെങ്കിൽ കോൺഗ്രസ് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുമ്പോൾ അവിടെ BJP പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പ്രകോപിതയെ സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധിക്കാൻ BJP പ്രതിരോധത്തിലായതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയും മറ്റും ക്ഷുഭിതയായിട്ട് സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഇനി എന്ത് നടപടി എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറോട് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി ആവശ്യപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഈ ശോഭാ സുരേന്ദ്രന്റെ കൂടെയുള്ള സ്ത്രീയാണ് ഈ പണം നൽകിയതെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ വലിയ തോതിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അഴിമതി നിരോധന നിയമപ്രകാരം ജയിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് അയോഗ്യത, അവരുടെ ആ ജയം റദ്ദാക്കപ്പെടും. അല്ലെങ്കിൽ അവർ 6 വർഷത്തേക്ക് മത്സരിക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം, അയോഗ്യത വരും. അത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ ഇതിന് ഒട്ടേറെ കുരുക്കുകൾ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നിയമപരമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വിവാദത്തിൽ ഈ പാലക്കാട് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ്, നേരത്തെ ആ വീട് കണ്ടിരുന്നു. ആ വീട്ടിലെ വയോധികയാണ് പണം വാങ്ങിയതായിട്ട് ദൃശ്യങ്ങളിൽ ഉള്ളത്. പണം വാങ്ങിയ വയോധികയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയതും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദുണ്ട്, ഒപ്പം കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇത് ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കൂടിയായി മാറുകയാണല്ലോ.
തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ തെളിഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണല്ലോ. സ്ഥാനാർത്ഥിത്വം പോലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. മഞ്ജുഷ, ഇത് അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാലും അയോഗ്യയാക്കപ്പെടാൻ, ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ അയോഗ്യയാക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. ജനപ്രാതിനിധ്യ നിയമം 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 43 സെക്ഷൻ 123 ക്ലോസ് 1 അനുസരിച്ച് ഈ ഏതെങ്കിലും തരത്തിലേക്കുള്ള പണം, കൈക്കൂലിയായി പണം നൽകുക, അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങൾ, വർഗീയമായ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ദേശീയ ചിഹ്നങ്ങൾ ദുരുപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകളെല്ലാം തന്നെ ഒരു സ്ഥാനാർത്ഥിയെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത് ഉപയോഗിക്കരുത് എന്ന് കർശനമായ വ്യവസ്ഥകളുള്ളതാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ ഇത് വലിയ ഗൗരവമാകുന്നത് ഈ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നതെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലേക്കുള്ള കേസ് വരികയും കേസിൽ പലരും അയോഗ്യനാക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ PC തോമസ് ഒക്കെ കേരളത്തിൽ അയോഗ്യനാക്കപ്പെട്ടത് അന്ന് ഒരു മതപരമായ ചിഹ്നങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ്. അത്തരം കേസുകൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. പലപ്പോഴും ഇത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് കേസ് വരുമ്പോഴാണ് അത് പിന്നീട് നിലനിൽക്കുകയും അത് അയോഗ്യതയിലേക്ക് നീങ്ങുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പണം, ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് പണം നൽകിയത്. പണം നൽകിയതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആ സ്ത്രീ ആദ്യം പണം ഞാൻ തന്നു എന്ന് പറയുന്നു, പിന്നീട് ആ പ്രായമായ സ്ത്രീയാണ്, അവർ പിന്നീട് പണം തന്നില്ല, ഞാൻ പണം ചോദിച്ചു എന്ന് പറയുന്നു. മരുന്നിന് വേണ്ടിയാണ് പണം ചോദിച്ചത്, 5000 രൂപയാണ് ചോദിച്ചതെന്ന് പറയുന്നു. ആ സ്ത്രീക്കൊപ്പമുള്ള ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല, അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയ തുകയാണ് അവരുടെ കയ്യിലിരുന്നത് എന്ന് പറയുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ ആ സ്ത്രീയുടെ പക്കൽ പണം ഇരിക്കുന്നത് കാണാം. ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള നിരവധി പ്രചരണ വാഹനങ്ങൾ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ വീഡിയോ എടുത്തത്. അവർ അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിന് തൊട്ടടുത്ത് വന്ന് ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കുകയും അവരുടെ വീഡിയോ പകർത്തുകയും ചെയ്യുമ്പോൾ ഈ സമയത്താണ് അവർ പുറത്തിറങ്ങി വന്ന ഇവരുമായി വാക്കേറ്റമുണ്ടാവുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന തരത്തിലേക്കുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥികളുടെ ആളുകളൊക്കെ പണം ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്കൊക്കെ പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്നുള്ള ആരോപണങ്ങൾ മിക്ക തെരഞ്ഞെടുപ്പുകളിലും പല ഘട്ടത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയും പണം കൊടുക്കുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും ആയിരിക്കില്ല, പാർട്ടിയുമായി മറ്റേതെങ്കിലും ആളുകളൊക്കെ ആയിരിക്കും പോയി പണം കൊടുക്കുന്നത്. അത് വീഡിയോയിൽ പതിഞ്ഞാൽ പോലും അവർ ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് കൊടുത്തുവിട്ടത് എന്നും തെളിയിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു ചെറിയ വിഷയം, ഇവർക്കൊപ്പം ഈ ഗ്രൂപ്പിനൊപ്പം സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നതും ശോഭാ സുരേന്ദ്രൻ്റെ വാഹന വ്യൂഹത്തിൽ ഒന്നിലേക്ക് തന്നെയാണ് ഈ പണം കൊടുത്ത് പോയ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ വന്ന് കയറുന്നത്. ഇനി ആ സ്ത്രീ ആരാണ് എന്നുള്ളതും അവർ പാർട്ടി പ്രവർത്തകയാണോ എന്താണെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങൾ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ആ സ്ത്രീയുടെ കാര്യം, അവരാണല്ലോ പണം കൊടുത്തതായിട്ട് ദൃശ്യത്തിലുള്ളത്, അവർ തന്നോടൊപ്പമുള്ളയാളല്ല. ഇതാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം വരുന്നത്. പക്ഷേ അതേ കാറിൽ ഇവർ ഇരിക്കുന്ന ഒരു ദൃശ്യം കൂടി ഉണ്ടല്ലോ, അതൊരു പാസിംഗ് ഷോട്ടായിട്ട് ആ ദൃശ്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ ശോഭയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുന്ന കാര്യം. അതായത് സ്ഥാനാർത്ഥിയുടെ സംഘത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന വാഹനവ്യൂഹത്തിലാണ് ഇവർ സഞ്ചരിച്ചെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് ഈ പണം നൽകിയതെന്ന് തെളിയുകയും ചെയ്യും. അതാണ് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ പണം നൽകിയത് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഒപ്പമുള്ളവരോ ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ നിയമ നടപടികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കും. അയോഗ്യത വരെ സ്ഥാനാർത്ഥിക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി ഇതിൽ നിർണായകമാണ്. ഏത് ഘട്ടത്തിലാണ് അവർ പ്രതികരിച്ചത്? അതായത് അവർ ചെയ്ത ഒരു കാര്യം അത് തെളിയാൻ പോകുന്ന തരത്തിൽ ഒരു ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് അവർ പ്രകോപിതയായതെന്ന് കോൺഗ്രസിന് കൃത്യമായിട്ടും ഇതിനെ ന്യായീകരിക്കാൻ കഴിയും. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണങ്ങൾ അത്തരത്തിൽ അവർ പ്രകോപിതയായിട്ട് സംസാരിക്കുന്നതും ക്ഷുഭിതയായിട്ട് സംസാരിക്കുന്നതൊക്കെ അത്തരത്തിലൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ഒരേ സമയത്താണ് ഷൂട്ട് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അവരുടെ കൈവശം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് BJP പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം അത് ജനങ്ങൾക്ക് മുമ്പിൽ തെളിവുകളോടെ. ശരി, അനുമോദ്, ഇപ്പോൾ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് പ്രതിനിധിയുടെ